വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മലയാളം ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രവർത്തനം വായിക്കാം, എഴുതാം. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. പാരഗ്രാഫ്. മലമുകളിലാണ് ഞാൻ ജനിച്ചത്. കൊല്ലവും തീയതിയും ഒന്നും എനിക്കറിയില്ല. എൻ്റെ ഇന്നത്തെ വലിപ്പമൊന്നും അന്ന് എനിക്കില്ലായിരുന്നു. ഒരു ചെറിയ നീർച്ചാല് ഒഴുകും തോറും വീതിയും ആഴവും കൂടി അങ്ങനെ വലുതായി ഇന്നത്തെ രൂപത്തിലെത്തി. വരുന്ന വഴിക്ക് എത്രയെത്ര ചാട്ടങ്ങൾ! തടസ്സം നിന്ന കല്ലുകളും പാറകൾക്കും മുകളിലൂടെ ഒഴുകി എൻ്റെ വഴി ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. അനേകതരം മത്സ്യങ്ങൾക്ക് ഞാൻ അഭയം നൽകി. കടന്നു പോകുന്ന നാടുകളിലെല്ലാം കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും ഞാൻ സഹായിച്ചു. മഴക്കാലത്ത് ഞാൻ നിറഞ്ഞു കുതിച്ചൊഴുകി. വേനലിൽ ഞാൻ മെലിഞ്ഞ് തളർന്നൊഴുകി. എൻ്റെ യാത്ര കടലിലേക്കാണ്. എവിടെയാണ് പുഴ ജനിച്ചത്? എവിടെയാണ് പുഴ ജനിച്ചത്? ഇവിടെ പറയുന്നുണ്ടായിരുന്നു അല്ലേ? എവിടെയാണ് ജനിച്ചത്? മലമുകളിലാണ് ജനിച്ചത്. അപ്പോൾ നമ്മൾ എവിടെ എഴുതണം? ഓപ്ഷൻ സി, മലമുകളിൽ. വെള്ളം എന്ന അർത്ഥം പ്രയോഗിച്ചിട്ടുള്ള പദം ഏത്? വെള്ളം. വെള്ളം എന്ന് വെച്ചാൽ നീര്. നീർച്ചാല്, നീര്. ഓക്കെ. നെക്സ്റ്റ്, ജനിച്ചപ്പോൾ പുഴ എങ്ങനെയായിരുന്നു? പറഞ്ഞുള്ളൂ നമ്മൾ. എങ്ങനെയാണ്? ചെറിയ നീർച്ചാല് പോലെ അല്ലേ? അത് ഈ പാരഗ്രാഫിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ചെറിയ നീർച്ചാല് പോലെ അല്ലേ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വേനലിൽ ഞാൻ മെലിഞ്ഞു തളർന്നൊഴുകി എന്ന് പറയുന്നതിലൂടെ എന്തായിരിക്കും പുഴ ഉദ്ദേശിക്കുന്നത്? വേനലിൽ വെള്ളം പറ്റിയതിനാൽ എന്ത് ചെയ്യും? പുഴയുടെ ഒഴുക്ക് കുറയും അല്ലേ? ഇനി പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നതാര്? ആരാണ് പുഴയ്ക്ക് ഒഴുകാൻ തടസ്സം നിന്നത്? കല്ലുകളും പാറകളും അല്ലേ? തടസ്സം നിന്ന കല്ലുകളും പാറകളും. അപ്പോൾ ആരാണ് മക്കളെ? കല്ലുകളും പാറകളും. അപ്പോൾ നമുക്ക് നോക്കാം, ആരാ നിന്ന് നിൽക്കുന്നത്? പാറ അല്ലേ? പാറയാണ്. ഇനി പ്രവർത്തനം 2 നമുക്ക് നോക്കാം. വരികൾ കൂട്ടിച്ചേർക്കാം. അത്തിമരക്കാട്ടിൽ ഉത്സവം തുടങ്ങി. കാട്ടിലെ കൂട്ടുകാരെല്ലാം ഉത്സവം കാണാനെത്തി. അവർ പാടിയ പാട്ടിൻ്റെ ആദ്യ വരികളാണ് ചുവടെയുള്ളത്. കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ. കവിത വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത്തിമരക്കാടുകളിൽ ഉത്സവമാണേ, ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ. പീലി വിരിച്ചാടിയ മയിലുകൾ വന്നേ. പിന്നേരാ? തത്തമ്മ ചുണ്ടുമായി ചുവന്ന ചുണ്ടുമായി തത്തമ്മ വന്നേ. നിങ്ങൾക്ക് അങ്ങനെ ഉത്സവം കൂടുവാൻ കൂട്ടുകാർ വന്നേ. പിന്നെന്താണ്? അത്തിമരക്കാടുകളിൽ ഉത്സവമാണേ, നീളം തുമ്പിക്കൈയുമായി ആന വന്നേ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മൃഗങ്ങളുടെയൊക്കെ പേര് വെച്ചിട്ട് ഈ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാം. ഇനി പ്രവർത്തനം 3 നമുക്ക് നോക്കാം. സംഭാഷണം എഴുതാനാണ്. കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുത്ത സന്തോഷത്തിലാണ് കുഞ്ഞരിപ്രാവ്. വിശേഷങ്ങൾ പങ്കുവെക്കാനായി അവർ നാട്ടിലെ കൂട്ടുകാരിയായ വെള്ളരിപ്രാവിൻ്റെ അടുത്തെത്തി. അവർ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവാം? അപ്പോൾ വെള്ളരിപ്രാവ് എന്തൊക്കെയായിരിക്കും? നീ ഇന്ന് സന്തോഷത്തിലാണല്ലേ? അപ്പോൾ കുഞ്ഞരിപ്രാവ് എന്തായിരിക്കും? അതെ, ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ്, ഇന്നിവിടെ ഉത്സവമല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്നിട്ട് നാട്ടിലെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാരെ വെള്ളരിപ്രാവിൻ്റെ അടുത്തേക്ക് അവൾ പങ്കുവെക്കുന്ന രീതിയിൽ എഴുതണം. ഇന്നതൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എഴുതണം. നോക്കൂ മക്കളെ, താഴത്തെ ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. നമുക്ക് കവിത ഒന്ന് വായിച്ചു നോക്കാം. അമ്പിളി തെളിയും മാനത്ത്, ആമ്പൽ വിരിയും താഴത്ത്, സൂര്യനുദിക്കും മാനത്ത്, സൂര്യകാന്തികൾ താഴത്ത്, മഴവില്ല് തെളിയും മാനത്ത്, മാനും മയിലും താഴത്ത്. ഈ കവിത വായിക്കൂ. മാനത്തും താഴത്തുമുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത് എഴുതി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മാനത്തുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാനത്താരുണ്ട്? അമ്പിളിയുണ്ട്, സൂര്യനുണ്ട്, മഴവില്ലുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം. അമ്പിളി, സൂര്യൻ, ഇതാരാണ് മാനത്ത്? മഴവില്ല്. അടുത്ത് നോക്കൂ, താഴത്തുള്ളത് എന്തൊക്കെയാണ്? ആമ്പൽ, സൂര്യകാന്തി, മാൻ, മയിൽ. അപ്പം നിങ്ങൾ എങ്ങനെ എഴുതും? സൂര്യകാന്തി, പിന്നെന്താണ്? മാന്, മയില്. ഇനി കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സന്ദർഭം ഉൾപ്പെടുത്തി ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. മാനത്ത് നിൽക്കുന്ന ഒരു അമ്പിളിമാമനെയോ അല്ലെങ്കിൽ ഒരു ആമ്പല് വിരിഞ്ഞ് നിൽക്കുന്നതായിട്ടോ ആകാശത്ത് നിൽക്കുന്ന സൂര്യനെയോ
സൂര്യകാന്തിയെയോ അല്ലെങ്കിൽ മഴവില്ല്, മാനത്ത് നിൽക്കുന്ന മഴവില്ലിനെയൊക്കെ നിങ്ങൾക്ക് വരച്ച് കളർ കൊടുക്കാവുന്നതാണ്. അടുത്തതൊരു കടങ്കഥയാണ്. മാനത്തെയും താഴത്തെയും കവിതയിൽ കണ്ടില്ലേ? മാനത്തെ കാഴ്ചകൾ ഉത്തരമായി വരുന്ന ചില കടങ്കഥകളാണ് ചുവടെയുള്ളത്. മാനത്തെ കാഴ്ചകൾ ഉത്തരമായി വരുന്ന ചില കടങ്കഥകൾ. അപ്പം മാനത്തുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്താം. കിഴക്ക് കാണാം കാലത്ത്, തലയ്ക്കു മീതെ ഉച്ചയ്ക്ക്, കടലിൽ താഴും വൈകിട്ട്, ശരിക്കു പറയൂ ഞാനാര്? ആരാണ്? സൂര്യൻ. ഏതാണ് മക്കളെ? സൂര്യൻ. മാനത്തെ മറ്റൊരു കൂട്ടുകാരനായ നക്ഷത്രം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കടങ്കഥ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് 1000 കാന്താരി പൂത്തിറങ്ങി എന്നും പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, അത് കടങ്കഥയായിട്ട് എഴുതാം. ഇനി 5ാമത്തെ അനുഭവ വിവരണമാണ്. ഈ വർഷം സ്കൂളിലേക്കുള്ള കൂട്ടുകാരുടെ വരവ് ഗംഭീരമായിരുന്നില്ലേ? എന്തെല്ലാം പരിപാടികളായിരുന്നു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരുക്കിയിരുന്നത്? അപ്പോൾ അവധിക്ക് ശേഷം കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾ പങ്കുവച്ചത്? സ്കൂളിൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാരം അല്ലെങ്കിൽ സംഭവം എന്തായിരുന്നു? ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഈ വർഷത്തെ ആദ്യ സ്കൂൾ അനുഭവം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഈ വർഷം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എഴുതാം അല്ലേ? ഈ വർഷം സ്കൂളിലേക്കുള്ള എൻ്റെ വരവ് എന്തായിരുന്നു? ഗംഭീരമായിരുന്നു. പിന്നെ ധാരാളം പരിപാടികളായിരുന്നു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരുക്കിയിരുന്നത്. എന്തൊക്കെ പരിപാടികളായിരുന്നു എന്ന് എഴുതാം അല്ലേ? പാട്ടുണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എഴുതാം. പിന്നെ അവധിക്ക് ശേഷം കൂട്ടുകാരെ കൊണ്ടുമുട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു. സ്കൂളിൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാരം, എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേക്കണതൊക്കെ കണ്ടപ്പോൾ, തോരണം തൂക്കിയതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് ആ ദിവസത്തെ അനുഭവം ഒരു വിവരണമാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഡയറി എഴുതുക. ഇതേപോലെ തന്നെ ഡയറിയും എഴുതാം. ദിവസവും ഡേറ്റും ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഡയറിയും എഴുതാം. ഡയറിയും എഴുതുമ്പോൾ ഇതിൽ നിന്ന് തന്നെ എടുത്തു. ഈ വർഷം സ്കൂളിലേക്കുള്ള എൻ്റെ ആദ്യത്തെ വരവായിരുന്നു ഇന്നത്തെ ദിവസം. ഇത് ഗംഭീരമായിരുന്നു. സ്കൂളിൽ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ധാരാളം പരിപാടികൾ ഒരുക്കിയിരുന്നു. അവധിക്ക് ശേഷം കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു. ഞാനിന്ന് സ്കൂളിൽ ഒരുപാട് അലങ്കാരങ്ങളൊക്കെ കണ്ടു, ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചർമാരോടൊക്കെ ഞാൻ ഒരുപാട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡയറി എഴുതാം. ഇന്നത്തെ ദിവസം അതിമനോഹരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഡയറി നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.